നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ്റെ ആണവക്കോട്ടകൾ ഇനിയില്ല, എല്ലാം തകർത്തെറിഞ്ഞ് US ബോംബറുകൾ. അത്ഭുതകരമായ സൈനിക വിജയമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ശനിയാഴ്ച രാത്രി 8 മണിക്ക് മുൻപ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ സൈന്യത്തിന് താൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് ട്രംപ് വ്യക്തമാക്കി. പിന്നീട് അമേരിക്കൻ സമയം 10 മണിക്ക് ട്രംപ് ലോകത്തോട് പറഞ്ഞു, അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക വിജയമാണ് സംഭവിച്ചിരിക്കുന്നത്. ഫോർഡോ, നതാൻസ്, എസ്ഫഹാൻ എന്നിവ നശിപ്പിക്കാൻ 30,000 പൗണ്ട് ഭാരമുള്ള 6 കൂറ്റൻ ബങ്കർ ബസ്റ്റർ ബോംബുകളും 30 ടോമഹോക്ക് മിസൈലുകളും അമേരിക്ക പ്രയോഗിച്ചു. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച് 9 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇപ്പോൾ അമേരിക്ക യുദ്ധരംഗത്തിറങ്ങിയത്. രാത്രി 10 മണിക്ക് ശേഷം വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറി എന്നിവർ അരികിൽ നിൽക്കവേ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് പറഞ്ഞു, ഇന്ന് രാത്രി എനിക്ക് ലോകത്തോട് പറയാൻ കഴിയും, നമ്മുടെ സൈനിക വിജയം ഉജ്ജ്വലമായിരുന്നു. ഇറാൻ്റെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നമ്മൾ തകർത്ത് കളഞ്ഞു. ഇറാനെ ലോകത്തിലെ 1-ാം നമ്പർ ഭീകരവാദ സ്പോൺസർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചത്. 40 വർഷമായി ഇറാൻ അമേരിക്കയ്ക്ക് മരണം, ഇസ്രയേലിന് മരണം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ തീവ്രവാദികളെ വളർത്തിവിടുന്നു, നമ്മുടെ ജനങ്ങളെ അവർ കൊല്ലുന്നു, അവരുടെ കൈകൾ പൊട്ടിക്കുന്നു, റോഡരികിലെ ബോംബുകൾ ഉപയോഗിച്ച് കാലുകൾ പൊട്ടിക്കുന്നു. ഇതായിരുന്നു അവരുടെ പ്രത്യേകത. 2020 ജനുവരിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശമനുസരിച്ച് കൊലപ്പെടുത്തിയ ഖുദ്സ് ഫോഴ്സ് തലവൻ ജനറൽ ഖാസിം സുലൈമാനി ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിന് ഉത്തരവാദിയായിരുന്നുവെന്ന് ട്രംപ് ഓർമ്മപ്പെടുത്തി. ഇനി അത് തുടരില്ല. ഒരുപക്ഷെ ലോകത്തിൽ ഒരു ടീമും ഇത്ര ടീം സ്പിരിറ്റോടെ പ്രവർത്തിച്ചിട്ടുണ്ടാകില്ല. അമേരിക്കയും ഇസ്രയേലും ഒപ്പത്തിനൊപ്പം ചേർന്ന് ഇറാൻ്റെ ആണവകോട്ടകൾ തകർത്തുവെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഓർമ്മിക്കുക, ഇനിയും നിരവധി ലക്ഷ്യങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിലുണ്ട്. ഇന്നത്തെ രാത്രിയായിരുന്നു അവയിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയത്. ഇറാനിയൻ ലക്ഷ്യങ്ങൾ ഭൂരിഭാഗവും നമ്മൾ മിനിറ്റുകൾക്കുള്ളിൽ തകർത്തെറിഞ്ഞുവെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇന്ന് രാത്രി നമ്മൾ ചെയ്തതുപോലെ ലോകത്തൊരു സൈന്യവും ചെയ്യില്ല. മിഡിൽ ഈസ്റ്റിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഇസ്രായേലിനെയും അമേരിക്കയെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ട്രംപിൻ്റെ വാക്കുകൾ. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് ഞാൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് വാക്ക് നൽകിയിരുന്നു. ആ വാക്കിവിടെ പാലിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ബെന്യാമിൻ നെതന്യാഹു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ US സേനയുടെ ആക്രമണത്തിൽ തകർന്നതിന് തൊട്ടുപിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ. ജൂൺ 13-ന് IDF ആരംഭിച്ച ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ യുദ്ധം മറ്റൊരു തലത്തിൽ എത്തി നിൽക്കുന്നു. ഓപ്പറേഷന്റെ തുടക്കത്തിൽ തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തകർക്കുമെന്ന് ബെന്യാമിൻ നെതന്യാഹു ഇസ്രായേലിലെ ജനങ്ങൾക്ക് വാക്ക് നൽകിയിരുന്നു. US ഓപ്പറേഷൻ പൂർത്തിയാക്കിയതിന് തൊട്ടുപിന്നാലെ നെതന്യാഹു ട്രംപുമായി ടെലിഫോണിൽ സംസാരിച്ചു. അമേരിക്കയെ അഭിനന്ദിച്ച നെതന്യാഹു, ബാക്കി ജോലി ഞങ്ങൾ തീർത്തുകൊള്ളാം എന്ന് ട്രംപിനോട് പറഞ്ഞു. മല തുരന്ന് ആഴങ്ങളിലേക്ക് ഇറങ്ങിയ അതിഭീമൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ, അതാണ് ഇറാന്റെ ആണവകോട്ടകൾ ഇന്ന് തകർത്തെറിഞ്ഞത്. കോൺക്രീറ്റ് കരുത്തിലുണ്ടാക്കിയ ആണവ നിലയം ക്ഷണനേരത്തിൽ നിലംപൊത്തി. സർജിക്കൽ സ്ട്രൈക്ക് എന്ന ഇന്ത്യയുടെ ആശയം, പ്രിസിഷൻ സ്ട്രൈക്ക് എന്ന അമേരിക്കയുടെ കരുത്ത്. ഇവിടെ അമേരിക്കൻ കരുത്ത് തന്നെയാണ് ലോകം കാണുന്നത്. ഭൂമി തുരന്ന് 200 അടി താഴ്ച വരെ ബങ്കർ ബസ്റ്റർ ബോംബിൻ്റെ ശക്തി അറിയും. അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങൾ പസഫിക്കിലെ ഗുവാം ദ്വീപിലെ സൈനിക താവളത്തിൽ നിന്ന് പറന്നുയർന്ന് തകർത്തത് 3 ആണവ കേന്ദ്രങ്ങൾ. ഫോർഡോ തകർന്നു എന്ന ട്രംപിൻ്റെ വാക്കുകളിൽ എല്ലാം വ്യക്തമാണ്. ഇറാന്റെ ഏറ്റവും ശക്തമായ ഭൂഗർഭ ആണവ നിലയമാണ് ഫോർഡോ. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഫോർഡോയെ ചാമ്പലാക്കുകയായിരുന്നു US സേന. ഫോർഡോയ്ക്ക് പിന്നാലെ നതാൻസ് നിലയവും അമേരിക്കൻ സേനയെ ആക്രമിച്ചു. ഫോർഡോ എന്ന ഗ്രാമത്തിൽ ഭൂഗർഭ ആണവ സംഭരണ കേന്ദ്രമാണ് ഇറാൻ ഒരുക്കിയത്. ഇറാന്റെ ക്രൗൺ ഓഫ് ജുവൽ എന്നാണ് ഫോർഡോയെ കരുതുന്നത്. ടെഹ്റാനിൽ നിന്ന് 95 കിലോമീറ്റർ അകലെ പർവ്വതനിരകളിലെ മലയിടുക്കുകളിൽ ഭൂഗർഭ അറകളിൽ സുരക്ഷിതമായി കോൺക്രീറ്റ് ഭിത്തികൾ കൊണ്ട് സൃഷ്ടിച്ചെടുത്ത ആണവ കേന്ദ്രം. അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ തകർത്തത് ഈ ശക്തിയേറിയ കോൺക്രീറ്റ് കൊത്തളകളെയാണ്. ഇറാനെ ആക്രമിക്കുകയല്ല, മറിച്ച് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളാണ് തങ്ങളുടെ ലക്ഷ്യം എന്നുറപ്പിക്കും വിധമായിരുന്നു അമേരിക്കൻ ആക്രമണം. ഭൂമിക്കടിയിലെ സങ്കേതങ്ങൾ പൂർണ്ണമായി തകർത്തെറിഞ്ഞു ബങ്കർ ബസ്റ്റർ ബോംബുകൾ. ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നിയന്ത്രിക്കുന്ന ശത്രുവിൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രം എപ്പോഴും ഭൂമിക്കടിയിലായിരിക്കുമെന്നതാണ് യാഥാർത്ഥ്യം.
മിക്ക ചാര ഏജൻസികളും പുറമേക്ക് കാണുന്ന കെട്ടിടത്തിൻ്റെ താഴെ പല നിലകൾ പണിത് അവിടെയായിരിക്കും സുരക്ഷിതമായിരുന്ന് പ്രവർത്തിക്കുന്നത്. ഇതുതന്നെയായിരുന്നു ഇറാനും ചെയ്തത്. ഫോഡോ ആണവ കേന്ദ്രം ഭൂമിക്കടിയിൽ സുരക്ഷിതമായിരിക്കുമെന്ന് ഇറാൻ കണക്കുകൂട്ടി. എല്ലാ വിമാനങ്ങളും ആക്രമണത്തിന് ശേഷം ഇറാന്റെ വ്യോമപരിധിയിൽ നിന്ന് പുറത്തെത്തി എന്ന് അമേരിക്ക അറിയിച്ചു. അമേരിക്കൻ സൈനികരെ താൻ അഭിനന്ദിക്കുന്നു. ലോകത്തിലെ മറ്റൊരു സൈന്യത്തിനും ഇത് ചെയ്യാൻ കഴിയില്ല. ഇനി സമാധാനത്തിൻ്റെ നാളുകളാണ് എന്ന് ഡൊണാൾഡ് ട്രംപ്. US ആക്രമിച്ചാൽ സ്ഥിതിഗതികൾ ഗുരുതരമാകുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതോടെ യുദ്ധത്തിൻ്റെ രൂപം തന്നെ മാറും എന്ന് ലോകം ഭയക്കുന്നു. ഇറാനെതിരെ ആക്രമണം നടക്കുന്ന സമയത്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സിറ്റുവേഷൻ റൂമിലിരുന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇതിൻ്റെ ചിത്രങ്ങൾ പിന്നീട് അമേരിക്ക തന്നെ പുറത്തുവിട്ടു. ഇറാനെതിരായ US ആക്രമണത്തെ ഹമാസ് അപലപിച്ചു. രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടന്നത്. സമാധാനത്തിനും സുസ്ഥിരതയ്ക്കുമെതിരെയുള്ള ഭീഷണി എന്ന് ഹമാസ് പറഞ്ഞു. ഇറാന് സൈനിക സാമഗ്രികൾ നൽകരുത് എന്ന് അമേരിക്കയോട് വീണ്ടും ഇറാനെ ആക്രമിച്ചാൽ US കപ്പലുകൾ ആക്രമിക്കുമെന്ന ഹൂതികളുടെ മുന്നറിയിപ്പ് വീണ്ടും ശക്തമായി ഉയർന്നു. അമേരിക്ക പ്രയോഗിച്ച ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് 200 അടി താഴത്തിലെത്തി തകർക്കാനുള്ള പ്രഹരശേഷിയുണ്ട്. 200 അടി താഴ്ചയെന്ന് പറഞ്ഞാൽ ഏകദേശം 20 നിലയോളം വരുമത്. ഒരു പക്ഷിയുടെ രൂപമാണ് B2 ബോംബറുകൾക്ക്. റഡാർ കണ്ണുകളെ അത് വെട്ടിക്കും. ഭൂമിയിലേക്ക് 60 മീറ്ററോളം തുളച്ചു കയറി ഉഗ്രസ്ഫോടനം നടത്താൻ കഴിയുന്ന ഈ ബോംബ് വഹിക്കാൻ കഴിയുന്നത് അമേരിക്കയുടെ B2 സ്റ്റെൽത്ത് ബോംബറിന്. അതുകൊണ്ട് തന്നെ ആക്രമണത്തിനായി പസഫിക്കിലെ ഗുവാം സേനാ കേന്ദ്രത്തിൽ നിന്നാണ് ഈ വിമാനങ്ങൾ പറന്നുയർന്നത്. നട്ടെല്ലുയർത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു, ഇറാന്റെ ആണവശേഷി ഞങ്ങൾ തകർത്തെറിഞ്ഞിരിക്കുന്നു. കൃത്യമായ ആസൂത്രണമാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്നൊരുക്കിയത്. ഇക്കഴിഞ്ഞ ദിവസം ഫോർഡോ നിലയം ആക്രമിക്കുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അത് അമേരിക്കയുടെ സഹായത്തോടെയല്ല, തങ്ങൾ ഒറ്റയ്ക്ക് നിർവഹിക്കുമെന്നായിരുന്നു ഇസ്രയേലിൻ്റെ നിലപാട്. ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്നായിരുന്നു ഇന്നലെ ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് പറഞ്ഞത്. എന്നാൽ അത് അമേരിക്കയുടെ വെറും യുദ്ധതന്ത്രം മാത്രമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ. ആണവായുധമുണ്ടാക്കാനുള്ള ഇറാന്റെ ശേഷി തകർക്കുകയാണ് ഇസ്രയേൽ ആക്രമണങ്ങളുടെ ലക്ഷ്യം. അതിൻ്റെ പൂർത്തീകരണമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. റഷ്യയും ചൈനയുമൊക്കെ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഇനിയും ലക്ഷ്യസ്ഥാനങ്ങൾ ബാക്കിയാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വയ്ക്കുമ്പോൾ ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്നു തന്നെയാണ് ട്രംപ് ഉദ്ദേശിക്കുന്നതും. 9 ദിവസങ്ങൾക്ക് മുൻപ് യുദ്ധം ആരംഭിക്കുന്ന വേളയിൽ തന്നെ ഇറാൻ വ്യോമമേഖല ഇസ്രയേൽ കീഴടക്കിയിരുന്നു. ടെഹ്റാനിലേക്ക് തങ്ങൾ വ്യോമ ഇടനാഴി സൃഷ്ടിച്ചുവെന്നാണ് ഇസ്രയേൽ ലോകത്തോട് പറഞ്ഞത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇറാൻ വ്യോമമേഖല പൂർണ്ണമായും ഇസ്രയേൽ നിയന്ത്രണത്തിൽ. ഒടുവിൽ അമേരിക്കൻ B2 സ്റ്റെൽത്ത് ബോംബറുകൾക്ക് വഴിയൊരുക്കിയതും ഇസ്രയേൽ തന്നെ. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമനേയി ഇപ്പോഴും ബങ്കറിൽ തന്നെ സുരക്ഷിതമായിരിക്കുന്നു. എന്നാൽ ഖമനേയി സുരക്ഷിതനല്ല എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇസ്രയേൽ. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് അതിശക്തമായ ആക്രമണം നടത്തി ഭൂഗർഭ ആണവ നിലയങ്ങൾ തകർത്ത അമേരിക്കയ്ക്ക് മുന്നിൽ അടുത്ത ലക്ഷ്യം ഒരുപക്ഷെ അലി ഖമനേയി തന്നെയാകും. ഇറാനിലെ ഭരണമാറ്റമാണ് ഈ ആക്രമണങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് ഇസ്രയേൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഭരണമാറ്റമുണ്ടായാൽ ഒരുപക്ഷെ ഇറാൻ അസ്ഥിരമാകുമെന്ന ഭയം അമേരിക്കയ്ക്കുണ്ടായിരുന്നു. 400 മൈൽ അകലെയുള്ള അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിച്ച 30 ടോമോഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ച് 2 ആണവ കേന്ദ്രങ്ങൾ അമേരിക്കൻ സേന തകർത്തു. ഫോർഡോ ആണവ കേന്ദ്രം തകർക്കാനാണ് മുഖ്യമായി B2 സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചത്. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ കേന്ദ്രങ്ങളിലെ സൈനികർക്ക് നേരെ ഏതെങ്കിലും തലത്തിൽ പ്രത്യാക്രമണമുണ്ടാകുമോ എന്ന് സൂക്ഷ്മതയോടെ നോക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും. ഏതെങ്കിലും തലത്തിൽ ഇറാൻ തിരിച്ചടിക്ക് മുതിർന്നാൽ അതിൻ്റെ ഭവിഷ്യത്ത് ഭയാനകമായിരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇറാന് അതിശക്തമായ ആക്രമണത്തിലൂടെ അമേരിക്ക നൽകുന്ന മുന്നറിയിപ്പും അതുതന്നെ. ഇസ്രയേൽ തുടങ്ങിവെച്ച ജോലി ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ഇനിയും ആക്രമണങ്ങളുമായി ഇറാൻ ഇറങ്ങിത്തിരിച്ചാൽ ഭൂമുഖത്ത് ഒരുപക്ഷെ ഇറാൻ്റെ രൂപം മറ്റൊരു തലത്തിലാകും. അമേരിക്കൻ ആക്രമണങ്ങൾ ഇനിയും ശക്തമായി ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് ട്രംപ് പുറത്തുവിടുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.